ഹായ്, എസ് പി അരുളിലാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക ഇന്നിപ്പോൾ കണിയാപുരത്ത് ദൃശ്യമായിട്ടുണ്ട്. നേരത്തെ ഒരു ചെറിയ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വേനൽ മഴ പെയ്തപ്പോൾ കണിയാപുരം ജംഗ്ഷൻ ഒന്നടങ്കം, അതായത് റെയിൽവേ ഗേറ്റിന് തൊട്ടടുത്ത് ഈ പഞ്ചായത്തിന് മുൻവശത്തുള്ള പ്രദേശത്ത് മുഴുവൻ വെള്ളക്കെട്ടായി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിൻ്റെ ഭാഗമായി ഈ വെള്ളം ഒഴുകിപ്പോക്ക് തടസ്സപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴയിൽ പ്രദേശത്ത് വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ വെള്ളക്കെട്ടുണ്ടായതിന് പിന്നാലെ ഈ പൊതുപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അതിന് ലാഭേച്ഛ നോക്കാൻ പാടില്ല. ആ നിലയ്ക്കുള്ളൊരു കാഴ്ച ഇന്നിപ്പോൾ കണിയാപുരത്ത് കാണാനിടയായി. ഈ ആലുമൂട് വാർഡ് മെമ്പറായിട്ടുള്ള മണി മധുവും മുൻ മെമ്പർ മാലിക് ജബ്ബാറും ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്ന സത്താർ, പ്രദേശത്തെ വ്യാപാരി കൂടിയായിട്ടുള്ള തൽഹത്ത് തുടങ്ങി ഒരു കൂട്ടം ആൾക്കാർ, നാടിനോട് താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ, ഇടതുപക്ഷ അനുഭാവികളാണ്, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് നാടിന് ചെയ്തൊരു നല്ല പ്രവർത്തനമാണ്. കാര്യം സ്വന്തം നിലയ്ക്ക് ഇന്നിപ്പോൾ ഈ വെള്ളക്കെട്ടുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ആ പ്രദേശത്തെ ഓടകൾ ശുചീകരണം ചെയ്തു. ഓടകൾ ശുചീകരണം ചെയ്ത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് മനസ്സിലാക്കുന്നത് ഈ റെയിൽവേയുടെ ഒരു കൾവേർട്ടിനകത്തൂടെ ഒഴുകിപ്പോകേണ്ട വെള്ളമുണ്ട്. അത് റെയിൽവേയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്ലീൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അത് പഞ്ചായത്ത് ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ചെയ്യേണ്ടിയിരുന്നത്. അക്കാര്യം സ്വന്തം നിലയ്ക്ക് ഇന്നിപ്പോൾ അവരവർ തന്നെ കയ്യിൽ നിന്ന് പണം മുടക്കി ജനങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്ത് നടപ്പാക്കിയ ആ നന്മയുള്ള പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരും. കാര്യം ഇത്തരം പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ആ പ്രശ്നം മനസ്സിലാക്കി. ഇന്നലെ രാത്രി തന്നെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടായപ്പോൾ, കാര്യം അപ്രതീക്ഷിതമായിട്ട് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഈ പ്രദേശത്തെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു റോഡ് കടന്നു പോകുന്നതാണ്. ഈ കണിയാപുരത്ത് നിന്ന് പെരുമാതുറയ്ക്ക് റെയിൽവേ ട്രാക്ക് വഴി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ചിറയൻകീഴിലേക്ക് പോകുന്ന റോഡുണ്ട്. അപ്പോൾ ആ വഴിയെ നിരവധി വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലയ്ക്കാണ് ഇന്നിപ്പോൾ ആ ജനങ്ങൾ ഇന്നലെ രാത്രി അനുഭവിച്ച ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞിട്ട് പൊതുപ്രവർത്തകർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അധികാര കസേരകൾ അല്ലെങ്കിൽ അധികാരങ്ങൾ നോക്കിയല്ലല്ലോ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകളും വരാനില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നാടിനു വേണ്ടി പൊതുപ്രവർത്തകരായിട്ടുള്ളവർ ചെയ്യേണ്ട കാര്യം. ആ ദൃശ്യം ഒന്ന് കണ്ടേ. വെള്ളം അവിടെ അങ്ങോട്ട് എടുക്കാൻ ഇങ്ങോട്ടുണ്ടാവും.
ഇത് പോയി മേലോട്ട് കണ്ടല്ലോ, ഓടകൾ ശുചീകരിച്ചു. അതിനുവേണ്ടി അവർ വൈകുന്നേരം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ സ്വമേധയാ കഷ്ടപ്പെട്ടു. അതായത് നാടിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിനോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് കുഴികളുണ്ട്, അപകടകരമായിട്ടുള്ള കുഴികളുണ്ട്. ആ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടങ്ങൾ കൂടി ഉണ്ടാകും. കാര്യം വെള്ളം നിറയുമ്പോൾ എവിടെയാണ് ഈ അപകടകരമായിട്ടുള്ള കുഴികളുള്ളതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ പ്രദേശത്ത് വേസ്റ്റ് മണ്ണെത്തിച്ച് അതും ക്ലിയർ ചെയ്ത്, പോരാത്തതിന് ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രദേശത്ത് ചെളിക്കെട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ പ്രദേശത്തെ കടകൾക്ക് മുന്നിലൊക്കെ വലിയ ചെളിക്കെട്ടുണ്ടായതിനെ വേസ്റ്റ് മണ്ണുകൾ എത്തിച്ച്, അതായത് ബിൽഡിംഗ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള മണ്ണുകൾ കൊണ്ട് ചെന്ന് എത്തിച്ച് അതെല്ലാം നിരത്തി ഒരു പ്രദേശത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനമൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നന്മയുള്ള പ്രവർത്തനങ്ങൾ. കാര്യം ജനം മനസ്സിലാക്കേണ്ടത് നാളുകളിൽ വ്യക്തി കേന്ദ്രീകൃതം കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും മുൻ വാർഡ് മെമ്പറായിട്ടുള്ള മാലിക് ജബ്ബാർ ഉൾപ്പെടെയുള്ളവർ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിൽ പോലും സജീവമായിട്ടും ആ ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് പറയുന്നത് തന്നെ നല്ല കാര്യമാണ്. കാര്യം അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും വരില്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരാറാകുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഗിമ്മിക്കുകൾ കാട്ടുക അല്ലെന്നല്ലോ. തോറ്റു കഴിഞ്ഞാലും സജീവമായിട്ട് അവർക്കൊരു ആവശ്യത്തിന് ഒപ്പമുണ്ടാകുമെന്ന തോന്നലുണ്ടാക്കേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഇന്നലെ ഒരു വെള്ളക്കെട്ടുണ്ടായി, അതിൽ ബുദ്ധിമുട്ടിയവരുണ്ട്. അതുവഴി കടന്നു പോയപ്പോൾ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആ കടന്നു പോകുന്ന വഴിയിൽ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ജനപ്രതിനിധികൾ ഇടപെടേണ്ടതുണ്ട്. അതിന് ഒരു മികച്ച മാതൃകയാണ് ആ പ്രദേശത്തുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരായിട്ടുള്ള നാദിർഷ പോലുള്ളവരുണ്ടെന്നും ഇവർ പറയുന്നത് കേട്ടോ. എന്തായാലും എല്ലാവരും കൂടി ചേർന്ന് ആ പ്രവർത്തനം ചെയ്തതിൻ്റെ ഗുണഫലം എന്താണെന്ന് വെച്ചാൽ അത് അനുഭവിക്കാൻ പോകുന്ന ജനങ്ങളാണ്. അവർ അതുവഴി കടന്നു വരുമ്പോൾ ഒരു വീഴ്ച വീണ് ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ, അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കടകൾക്കകത്ത് കയറി നഷ്ടങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുക, വഴിയാത്രക്കാർക്ക് വലിയ സഞ്ചാര സ്വാതന്ത്ര്യം വലിയ ബുദ്ധിമുട്ടാവുക, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇന്നലത്തെ ആ ദൃശ്യം നേരത്തെ ഈ കാണുന്ന പോലെയാണ്. ആ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം അതിന് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി അതിനു വേണ്ടിയുള്ള നീക്കുപോക്കുകൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലൊക്കെ ചെയ്തു എന്ന് പറയുന്നത് തീർത്തും അഭിനന്ദനാർഹമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഓരോ പ്രദേശത്തും ജനം ആഗ്രഹിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ രാഷ്ട്രീയത്തിനപ്പുറം അവർക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പരിഹരിച്ചു കൊടുക്കുന്നിടത്ത് പിന്നീട് സ്വമേധയാ തന്നെ തോന്നും വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ആരാണ് ഈ ക്യാമറകൾക്ക് മുന്നിലുള്ള അഭിനയങ്ങൾക്കപ്പുറം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അവരെയൊക്കെ തന്നെയാണ് വരും കാലങ്ങളിൽ ഇന്നത്തെ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.